Hi dear students, welcome to the new session of Management Science. Management Science-ന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മാനേജ്മെന്റ് സയൻസിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീനിയർ പ്രോഗ്രാമിംഗിന്റെ സിംപ്ലക്സ് മെത്തേഡാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ മാക്സിമൈസേഷൻ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ സൊല്യൂഷൻ കാണുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ കാണുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ മിനിമൈസേഷൻ കേസ് ഓൾ കൺസ്ട്രൈൻസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. മിനിമൈസേഷൻ കേസിൽ എല്ലാ കൺസ്ട്രൈൻസുകളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന രീതിയിലാണ് ഈ ഒരു പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കാണുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇൻ ദീസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് യു വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. ഇവിടെ നമ്മൾ ഒരു പുതിയ ഒരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലാക്ക് വേരിയബിൾ ഉണ്ട്, അതുപോലെ തന്നെ സ്ലാക്ക് വേരിയബിൾ ഉണ്ട്, അതുപോലെ തന്നെ സർപ്ലസ് വേരിയബിൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയും. ജനറലി ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ്ഡ് വെൻ ഓൾ കൺസ്ട്രൈൻസ് ആർ ദ ടൈപ്പ് ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ എപ്പോഴാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? എല്ലാ കൺസ്ട്രൈൻസുകളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിൽ എല്ലാ കൺസ്ട്രൈൻസുകളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വി ആർ മേക്കിംഗ് സം മോഡിഫിക്കേഷൻ ഇൻ ദ സിംപ്ലക്സ് മെത്തേഡ് വെൻ ദ കൺസ്ട്രൈൻസ് ഇൻവോൾവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ. അപ്പൊ നമ്മൾ ഈ ഒരു സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ ആ ഒരു സ്റ്റെപ്പിനകത്ത് ചെറിയൊരു മോഡിഫിക്കേഷൻ നമ്മൾ കൊണ്ടുവരികയാണ്. എപ്പോൾ അവിടെ ആ ഒരു പ്രോബ്ലത്തിനകത്ത് കൺസ്ട്രൈൻസുകളിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മേ ബി ഓഫ് മിനിമൈസേഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷനും ആവണം. അപ്പോൾ മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആണ്. ദെൻ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്, ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ഫിക്ടീഷ്യസ് വേരിയബിൾസ് വിച്ച് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഫോർ കമ്പ്യൂട്ടേഷൻ പർപ്പസ്. എന്താണ് ഈ ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു ഫിക്ടീഷ്യസ് വേരിയബിൾ ആണ്. അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം? കമ്പ്യൂട്ടേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ്. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ മീനിങ് ഓർ എക്കണോമിക് സിഗ്നിഫിക്കൻസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ എ മിനിമൈസേഷൻ പ്രോബ്ലം ദ കൺസ്ട്രൈൻസ് ആർ 5x1 plus 4x2 plus 2x3 greater than or equal to 25. Then by introducing artificial variable a1 we can rewrite the above constraint as follows. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇക്വാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. 5x1 plus 4x2 plus 2x3 greater than or equal to 25. മിനിമൈസേഷൻ ആണ് പ്രോബ്ലം. അപ്പോൾ നമ്മൾ അതിനെ ഇക്വാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെയാണ് എഴുതുന്നത്: 5x1 plus 2x2 plus 2x3 മൈനസ് s1. അല്ലെ, എന്താണ് മൈനസ് s1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? സർപ്ലസ് വേരിയബിൾ നമ്മൾ മൈനസ് ചെയ്യേണ്ടതുണ്ട്. അല്ലെ, കാരണം എന്താണ്? ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ആണ്. അതുകൊണ്ട് നമ്മൾ സർപ്ലസ് വേരിയബിൾ അവിടെ മൈനസ് ചെയ്യേണ്ടതുണ്ട്. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ അവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഈക്വൽ ടു 25. സോ S1 is the surplus variable. രണ്ടാമത്തെ ഇക്വേഷൻ 2x1 plus 3x2 plus x3 equal to 32. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ it is the second constraint. It can be written as 2x1 plus 3x2 plus x3 plus a2. That is a2 എന്ന് പറഞ്ഞാൽ artificial variable second equal to 32. By introducing artificial variables, we will get a starting basic feasible solution. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മിനിമൈസേഷൻ പ്രോബ്ലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ ഒരു സ്ലാക്ക് വേരിയബിൾ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബിഗ് എം മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിനിമൈസേഷൻ പ്രോബ്ലം ബൈ ബിഗ് എം മെത്തേഡ് ഓർ പെനാൽറ്റി മെത്തേഡ് എന്നുള്ള പേരിലാണ് ഈ ഒരു മെത്തേഡിനെ അറിയപ്പെടുന്നത്. ദി പ്രോബ്ലം വേർ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ക്യാൻ ബി സോൾവ്ഡ് ബൈ എ മെത്തേഡ് നെയ്മഡ് ബിഗ് എം മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് എം high penalty cost or profit has been assigned to the artificial variable of objective function. അപ്പോൾ ഇവിടെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ എം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പെനാൽറ്റി കോസ്റ്റ് അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റ് എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഈ ഒരു എമൗണ്ട് ആണ് അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എ എന്ന് പറയുന്ന ആണല്ലോ ആർട്ടിഫിഷ്യൽ വേരിയബിൾ. നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് a2, അതുപോലെ തന്നെ നമ്മൾ a1 എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ എയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഏതാണ്?
എം എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ദ ഇൻട്രൊഡ്യൂസ്ഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ബേസിക്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബേസിക്കിൽ, നമ്മുടെ സിംപ്ലക്സ് ടേബിളിനകത്ത് ബേസിക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എ ലാർജ് വാല്യൂ ഓഫ് എം ഈസ് അസൈൻഡ് ടു ഈച്ച് ഓഫ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഈസ് ആസ് കോഎഫിഷ്യന്റ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ കോളം സി ബി. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോഎഫിഷ്യന്റ് കോളത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എം എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ വാല്യൂ ആയിട്ട്, കോഎഫിഷ്യന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എം എന്നുള്ള ഈ ഒരു വാല്യൂവിനെ നമ്മൾ കണക്കാക്കുന്നത്. എം ഈസ് കോൾഡ് പെനാൽറ്റി. എം എന്നുള്ളത് ഒരു പെനാൽറ്റി ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ഹൈ പെനാൽറ്റി ആയിട്ട്, ഹൈ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി മാക്സിമൈസേഷൻ കേസ് ആണെങ്കിൽ എം ഈസ് അസൈൻഡ് ആൻഡ് ഇൻ മിനിമൈസേഷൻ കേസ് പ്ലസ് എം ഈസ് അസൈൻഡ്. ഇവിടെ നമ്മൾ മൈനസ് എം ആണ് അസൈൻ ചെയ്യുന്നത്. ഇവിടെ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ, മിനിമൈസേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നത് മൈനസ് എം ആണ് മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ. അതുപോലെ തന്നെ മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ പ്ലസ് എം ആണ് അസൈൻ ചെയ്യുന്നത്. സോ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതോടൊപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ നമ്മൾ ബേസിക്, അതുപോലെ തന്നെ സി ബി. ബേസിക് എന്ന് പറയുന്നത് എന്താണ്, അതായത് നമ്മുടെ വാല്യൂ എന്ന് പറയാൻ, അല്ലെങ്കിൽ നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് A1 A2 A3 ആണ്. അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എത്രയാണ്, എം അല്ലെങ്കിൽ മൈനസ് എം. മൈനസ് എം എപ്പോഴാണ് വരുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. ആ ഒരു രീതിയിലാണ് നമ്മൾ അതിന്റെ കോഎഫിഷ്യന്റുകൾ എഴുതുന്നത്. അതോടൊപ്പം നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. ബിഗ് എം മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അസൈൻ എ വെരി ലാർജ് പെർ യൂണിറ്റ് പെനാൽറ്റി to each of the artificial variable in the objective function. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഓരോ ആർട്ടിഫിഷ്യൽ വേരിയബിളിനും നമ്മൾ ഏറ്റവും ഒരു വലിയ നമ്പർ അല്ലെങ്കിൽ വലിയൊരു പെനാൽറ്റി നമ്മൾ നൽകിയിരിക്കും, ദാറ്റ് ഈസ് എം. Then these variables can be removed as and when they become non basic. അതുപോലെ തന്നെ ഈ ഒരു നമ്പറുകൾ അല്ലെങ്കിൽ ഈ ഒരു വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. എം എന്നല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എന്നുള്ള ആ ഒരു വേരിയബിൾ നമ്മൾ റിമൂവ് ചെയ്യും. എപ്പോഴാണോ അത് നോൺ ബേസിക് ആയിട്ട് മാറുന്നത്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ വേരിയബിളിനെ നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്യും. അത് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇൻ ദ കേസ് ഓഫ് മാക്സിമൈസേഷൻ പ്രോബ്ലം പെനാൽറ്റി മേ ബി ഡെസിഗ്നേറ്റഡ് ആസ് മൈനസ് എം. നമ്മൾ നേരത്തെ പറഞ്ഞു, മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ പെനാൽറ്റി എന്ന് പറയുന്നത് മൈനസ് എം ആയിരിക്കും. മിനിമൈസേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എം ആയിരിക്കും. ദി കൺസ്ട്രൈൻസ് വിത്ത് ആൻ ഇനീക്വാലിറ്റി സൈൻ റിക്വയേഴ്സ് ബോത്ത് എ സർപ്ലസ് ഓർ സ്ലാക്ക് വേരിയബിൾ ആൻഡ് ആൻ ആർട്ടിഫിഷ്യൽ വേരിയബിൾ. അപ്പോൾ ബിഗ് എം മെത്തേഡ് പ്രകാരമാണ് നമ്മൾ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ഇനീക്വാലിറ്റിയും നമ്മൾ ഈക്വാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ നമുക്കൊരു സർപ്ലസ് വേരിയബിൾ അല്ലെങ്കിൽ ഒരു സ്ലാക്ക് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതോടൊപ്പം നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫോർ ആൻ ഈക്വാലിറ്റി കൺസ്ട്രൈൻഡ് സ്ലാക്ക് വേരിയബിൾ ഓർ സർപ്ലസ് വേരിയബിൾ ഈസ് നോട്ട് റിക്വയർഡ്. അല്ല, ഈക്വാലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിൽ കണ്ടു, ഈക്വാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ S1 അല്ലെങ്കിൽ പിന്നെ സ്ലാക്ക് വേരിയബിളോ അല്ലെങ്കിൽ സർപ്ലസ് വേരിയബിളോ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്ത് ചെയ്താൽ മതി, ഓൺലി ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഈസ് റിക്വയർഡ്. ദെൻ 7th one പറയുന്നത് വി വിൽ ഗെറ്റ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ വെൻ വി അസൈൻ 0 വാല്യൂസ് ടു ഒറിജിനൽ വേരിയബിൾസ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഒറിജിനൽ വേരിയബിൾസിലേക്ക് നമ്മൾ 0 വാല്യൂസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ, അതായത് നമ്മൾ ഈ ഒരു എം വാല്യൂസ് ഒക്കെ നമ്മൾ പെനാൽറ്റി ഒക്കെ അസൈൻ ചെയ്ത് നമ്മൾ ഒരു ഫസ്റ്റ് നമ്മുടെ സിംപ്ലക്സ് ടേബിൾ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ലഭിക്കുന്നുണ്ട് അല്ലെ. ദെൻ ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ഓൺലി വെൻ ദി ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ഡ്രിവൺ ഔട്ട് ഇൻ ദ ഒപ്റ്റിമൽ ബിഗ് എം സിംപ്ലക്സ് ടേബിൾ. അപ്പൊ നമ്മുടെ സിംപ്ലക്സ് ടേബിളിൽ ബിഗ് എം എത്ര സമയം ഏതൊക്കെ ടേബിളുകളിൽ ആ ഒരു എം വാല്യൂസ് നിലനിൽക്കുന്നു, ആ സമയമെല്ലാം എന്ത് ചെയ്യും, നമ്മുടെ സൊല്യൂഷൻ ഫീസിബിൾ സൊല്യൂഷൻ ആയിട്ട് നിൽക്കും. അപ്പൊ നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബിഗ് എമ്മിനെ നമുക്ക് ഒഴിവാക്കണം. അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ ഒരു ടേബിളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല, അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ടുള്ള യാതൊരു ഇമ്പോർട്ടൻസും അതിനില്ല. പക്ഷേ ആ ഒരു വാല്യൂ നമ്മുടെ ടേബിളിൽ ഉള്ള സമയത്ത് നമുക്ക് നമ്മുടെ സൊല്യൂഷൻ എപ്പോഴും എന്തായിരിക്കും, ഫീസിബിൾ സൊല്യൂഷൻ മാത്രമായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. നമുക്ക് വേണ്ടത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ എം വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ടേബിളിൽ നിന്നും ഒഴിവാക്കി കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ ഫോർ സോൾവിംഗ് LP പ്രോബ്ലം അണ്ടർ ദിസ് മെത്തേഡ് ആൻഡ് ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ ഈസ് ടു ബി സെറ്റപ്പ്. അതിനൊരു സ്റ്റെപ്പാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, CJ - ZJ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ CJ - ZJസും ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ
ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ദെൻ ദ കറന്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ വൺ. അല്ലെ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതാണ് ഈ ഒരു കണ്ടീഷൻ. എല്ലാ സി ജെ മൈനസ് സെഡ് ജെയും ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? ഒപ്റ്റിമൽ ആണ്. ഇഫ് അറ്റ്ലീസ്റ്റ് വൺ സി ജെ മൈനസ് സെഡ് ജെ ഇസ് ലെസ് ദാൻ 0 ദെൻ ദ ലാർജസ്റ്റ് നെഗറ്റീവ് നമ്പർ ഈസ് ദ ഇൻഡെക്സ് റോ ഇസ് ടു ബി സെലക്ടഡ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നത്, അതായത് സി ജെ മൈനസ് സെഡ് ജെ നമുക്ക് ആ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കീ കോളവും അതുപോലെ തന്നെ കീ റോയും കീ എലമെന്റും ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അടുത്ത ആ ഒരു ടേബിളിലേക്ക് പോവേണ്ടതുണ്ട്. ആ ഒരു സ്റ്റെപ്പാണ് അതിനകത്ത് പറയുന്നത്. സോ അത് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്, റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ സെലക്ഷൻ ഓഫ് ദ ഹയസ്റ്റ് വാല്യൂ റിലേറ്റഡ് ടു എം. അപ്പോൾ എം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ്? എമ്മിന് നമുക്കറിയാം, എം എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ എന്നുള്ളതാണ്, അല്ലെ, ഹയസ്റ്റ് പെനാൽറ്റി എന്നുള്ളതാണ്. സോ എമ്മിന്റെ വാല്യൂ എത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എം വരുന്ന സമയത്ത് നമുക്ക് പല സമയങ്ങളിലും എന്ത് ചെയ്യേണ്ടതുണ്ട്? കീ കോളം സെലക്ട് ചെയ്യുന്നിടത്തും അല്ലെ, ഇങ്ങനെയൊക്കെ വരുന്ന പല സിറ്റുവേഷനിലും നമുക്ക് എം വരുന്ന വാല്യൂസിൽ ഹയസ്റ്റും അതുപോലെ തന്നെ ലോവസ്റ്റും കാണേണ്ടി വരും. സോ അതെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് സെലക്ഷൻ ഓഫ് ഹയസ്റ്റ് വാല്യൂസ് റിലേറ്റഡ് ടു എം എന്നുള്ളിടത്ത് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് എം കൺസിസ്റ്റ് ഓഫ് 6 മൈനസ് 3m, അതുപോലെ തന്നെ -7m, ദെൻ +4, ദെൻ 1/3 -8m. ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹിയർ കോഎഫിഷ്യന്റ് ഓഫ് എം ആർ, എമ്മിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എത്രയാണ്? -3. അല്ലെ, ഇതിന്റെ എമ്മിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു കാര്യത്തിൽ കോഎഫിഷ്യന്റ് എമ്മിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് -3 ആണ്. അല്ലെ, രണ്ടാമത്തതിൽ -7 ആണ്. മൂന്നാമത്തതിൽ എന്താണ്? 1 - 3 -8 ആണ്. -8 ആണ് അതിൽ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഏതാണ്? ഈസ് 1/3 -8. അല്ലെ, 1/3 -8 ആണ് അതിൽ ഏറ്റവും കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. 1/3 -8 ആണ് അതിൽ ഏറ്റവും ഹയസ്റ്റ് എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് ആയിട്ട്. ഹയസ്റ്റ് നെഗറ്റീവ് ഇതാണല്ലോ, -8 ആണല്ലോ ഏറ്റവും ഹയസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും എന്ത് ചെയ്യുന്നത്? ഹയസ്റ്റ് നെഗറ്റീവ് ആയിട്ട് വരുന്നത്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എം റിലേറ്റഡ് ആയിട്ട് അതിന്റെ കോഎഫിഷ്യന്റ്, അതിന്റെ കൂടെ എത്രയാണോ വരുന്നത് അത് ഏറ്റവും ഹയസ്റ്റ് ഏതാണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അല്ലെ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഹയസ്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുവരെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ നമ്മൾ പ്രോബ്ലം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.